പോലെ ഞാൻ പറയാറ് ഈ കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ അവനെ എന്താ പറയാ കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിന്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നു. ഈ നാറിയൊന്നും അങ്ങനെ മോഹനല്ല, അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാം. കിച്ചു രേണുസുതി ഒരു കോൺട്രവേഴ്സി ഇപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിനെ തുടക്കം വിട്ടത് രേണുസുതി തന്നെയാണ്. രേണുസുതിയുടെ ഒരു വീഡിയോയില് രേണുസുതി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്ര വയസ്സ് വരെ ഞാൻ നോക്കി എന്റെ മകൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഈ ഒരു ഡയലോഗാണ് ഈ സംഭവം ഇന്ന് രേണുസുതിയുടെ ആത്മഹത്യാ ശ്രമം എന്ന് പറയുന്ന കാര്യം വരെ എത്തി നിൽക്കുന്നത്. തുടക്കമിട്ടത് രേണുസുതി തന്നെയാണ്. ഇപ്പം ഇവിടെ ഇരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു ചേട്ടന്റെ അടുത്ത് എനിക്ക് ചില കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ പ്രസംഗം തുടക്കം മുതൽ ഒന്ന് കേൾക്കാം. നമസ്കാരം, എന്റെ പേര് അൻഷാദ്. ഞാൻ രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ രേണു ഹോസ്പിറ്റലായിരുന്നു. രേണുവിന് ക്യാൻസർ ആണ് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിലായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി തൂങ്ങിയായിരുന്നു ഫാനില്. അപ്പം രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ ആ കൊച്ചിനെ കെട്ടിയിട്ട് വെക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവള് പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പാരനാറിയുണ്ട്. അവനെ അങ്ങനെ തന്നെ വിളിക്കും, വേറെ നാറിയാണ്. രേണുസുതി പിന്നെ നല്ല പുള്ളിയായിരുന്നല്ലോ അല്ലെ? നിങ്ങള് പറയുവാണെങ്കിൽ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് സംസാരിക്കണം. അല്ലാണ്ട് രേണുസുധീനെ പൊക്കി അങ്ങ് തലയിൽ വെച്ചിട്ട് അപ്പുറത്തിരിക്കുന്ന അവനെ അടിച്ചു താഴ്ത്തിക്കൊണ്ട് സംസാരിക്കരുത്. രേണുസുധിക്ക് ഒരു അസുഖം വന്നു എന്ന് കരുതിയിട്ട് രേണുസുധി അതിനു മുമ്പ് വരെ ചെയ്ത കാര്യങ്ങളൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല. തൽക്കാലത്തേക്ക് രേണുസുധി എന്ന കോണ്ടന്റ് എല്ലാരും മാറ്റി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് രേണുസുധി ചെയ്ത കാര്യങ്ങളൊന്നും ഇവിടെ ഒരാളും മറന്നിട്ടില്ല, മറക്കാനും പോകുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തോന്നിയത്. കിച്ചു ഇട്ട വീഡിയോന്റെ പേരില് ആത്മഹത്യക്ക് ശ്രമിച്ചു അതല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത് ആരാ തുടക്കൂട്ടത്? ഒരു ഭാഗത്ത് മിണ്ടാണ്ടിരുന്ന രേണുസുതി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, അതിന്റെ പേരില് കിച്ചുവിന് കിട്ടിയ സൈബർ അറ്റാക്ക്, അതിന്റെ പേരില് അവൻ തിരിച്ചൊരു വീഡിയോ ഇടുകയും രേണുസുദിനെ കാണാൻ വരികയും ചെയ്യുന്നു. പക്ഷെ രേണുസുദിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് അനിയനെ കണ്ടിട്ട് പോകുന്നു. അതിന്റെ പേരിൽ ഏതോ ഒരുത്തൻ റിയാക്ഷൻ ചെയ്യുന്നു. ആ റിയാക്ഷന്റെ ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ രേണുസുദിനെ കാണാൻ പോയത് എന്ന് പറഞ്ഞ് കിച്ചു വീഡിയോ ഇടുന്നു. ഈ ഭയങ്കരായിട്ട് തളർന്ന് കിടന്നിരുന്ന രേണുസുതി ആ വീഡിയോ വന്നതിന് ശേഷം ചാടി തുള്ളി എഴുന്നേറ്റ് അങ്ങ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് രോഗമാണ്, എനിക്ക് വയ്യ, എനിക്ക് മെമ്മറി ഇഷ്യൂ ഉണ്ട്, ഇതൊന്നും രേണുസുതിക്ക് ഓർമ്മയില്ലായിരുന്നോ? ചാടി തുള്ളി വന്ന് അങ്ങ് പ്രസംഗിച്ചപ്പോ ആ വീഡിയോയ്ക്ക് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് രേണുസുതിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയായിരുന്നു. എല്ലാം തുടങ്ങി വെച്ചത് രേണുസുതി, എല്ലാം ചെയ്തു വെച്ചത് രേണുസുതി. എന്റെ അവസാനം ഇപ്പൊ കുറ്റം മൊത്തം കിച്ചുവിന്. ഞാൻ നമ്മളെ കുറെ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നു പറഞ്ഞ പോലും ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടായി ആകെ തകർന്നു പോകും. എന്നിരുന്നാൽ പോലും ഞാൻ പറയാറ് ഈ കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ അവനെ എന്താ പറയാ കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിന്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നു. ഈ നാറിയൊന്നും അങ്ങനെ മോഹനല്ല, അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാം. ഈ ജനങ്ങൾ അവനെ അങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതൊറ്റ കാരണമേ ഉള്ളൂ. കിച്ചു ലൈഫ് സ്റ്റോറിയിൽ കുറെ കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അത് കേട്ടായിരുന്നു? ആ കേട്ടതിന്റെ പേരിലാണ് കിച്ചുവിനെ എല്ലാരും സ്നേഹിക്കാൻ തുടങ്ങിയതും അവനെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ദത്തുപുത്രൻ ആക്കിട്ട് കൊണ്ടുനടക്കാൻ തുടങ്ങിയതും. മനസ്സിലായോ? രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം. ശരിയല്ലേ? മകനെയും മകന്റെ ഫ്രണ്ട്സിനെയും ആ രീതിയിൽ മാത്രം കാണാനും തിരിച്ചും പഠിക്കണം. അല്ലാണ്ട് മകനെയും മകന്റെ ഫ്രണ്ട്സിനെയും വേറെ രീതിയിൽ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അതിടെയും തിരിച്ചടി കിട്ടും എന്നും കൂടെ ചേട്ടൻ ഒന്ന് ആലോചിക്കണം കേട്ടോ. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞു വരുന്ന രീതി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം. അമ്മയെ അമ്മയായിട്ട് കാണാം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുണ്ട് ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് തിരിച്ച് ചിന്തിക്കാവല്ലോ ചേട്ടാ. രേണുസുതിയുടെ സ്വഭാവം വെച്ചിട്ടേ ഇതിനു മുമ്പ് കുറെ കഥകൾ പുറത്തു വന്നിട്ടുണ്ട്, ഒരു അബോർഷൻ സ്റ്റോറി വരെ. അപ്പൊ പിന്നെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചും ചിന്തിക്കാലോ.
ഇവരിൽ ആര് പറയുന്നതാണ് ശരി എന്നുള്ളത് നമ്മൾ പോയി കണ്ടിട്ടൊന്നുമില്ല. ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും രേണുസുതി പറയുന്നത് കേട്ടിട്ടുള്ള അറിവ്, അല്ലെങ്കിൽ ഇച്ചു പറയുന്നത് കേട്ടിട്ടുള്ള അറിവ്, ഇത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അവിടെ എന്താ നടന്നത് എന്നുള്ളത് ശരിക്കും അറിയാൻ വേണ്ടിട്ട് ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ നടക്കുമ്പോ? ഇല്ലല്ലോ. വെളുപ്പിക്കുമ്പോഴേ ഭയങ്കരമായിട്ട് അങ്ങ് വെളുപ്പിക്കാൻ നോക്കരുത്, മനസ്സിലായോ? സംസാരിക്കുവാണെങ്കിൽ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്നിട്ട് രണ്ടുപേരുടെയും രീതിയിൽ സംസാരിക്കണം. അല്ലാണ്ട് രേണുസുദിനെ പൊക്കി അങ്ങ് വെച്ചിട്ട് അപ്പുറത്തിരിക്കുന്ന ആളെ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ അടിച്ചങ്ങ് താഴ്ത്തല്ലേ. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമടിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവിടെ കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വെളുപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. കിച്ചു മോനെ, നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണും സുധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സംഭവങ്ങളൊന്നും അല്ല. അവളെ വളഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ചു കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ ഇന്നലെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ പെണ്ണ് ഇന്ന് രാവിലെ തൂങ്ങി കിടക്കരുത്. ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരെ പോയിട്ട് ചൊറിഞ്ഞോന്നല്ലല്ലോ. ചൊറിയാൻ വേണ്ടിട്ടുള്ള കാരണം രേണുസുതി ഇട്ടുകൊടുത്തതുകൊണ്ടാണ്, മനസ്സിലായോ? ഇതൊക്കെ തുടങ്ങി വെച്ചത് രേണുസുതിയാണ് മിസ്റ്റർ. അതാദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇരുന്ന് സംസാരിക്ക്. എല്ലാം തുടങ്ങി വെച്ചത് രേണുസുതിയാണ്. കിച്ചു കാണാൻ വരുന്നില്ലെങ്കിൽ അത് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലല്ല പറയേണ്ടത്, കിച്ചുവിനെ വിളിച്ചായിരുന്നു പറയേണ്ടത്. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ക്യാമറയും തുറന്നു വെച്ചിട്ട് ഞാൻ 10-18 വയസ്സ് വരെ നോക്കിയ എന്റെ മകൻ എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കും. പറയുന്ന രമേശിന്റെ ഭർത്താവാണ് അവളെ അഴിച്ച് ഹോസ്പിറ്റലിൽ അടുത്തും കൊണ്ടുവരുന്നത്. നീ കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. നിനക്ക് അമ്മയെ കാണാൻ പറഞ്ഞത് നീ വീട്ടിലേക്കല്ലായിരുന്നു വരേണ്ടത്. അമ്മ ഹോസ്പിറ്റലാന്ന് അറിയാലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ രേണുസുതിക്ക് മകനെ കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ മകനെ വിളിച്ചായിരുന്നു പറയേണ്ടത്, അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചല്ലായിരുന്നു പറയേണ്ടിരുന്നത്, മനസ്സിലായോ? ഐസിനകത്തോട്ട് ആരും കാണിക്കില്ല, കേട്ടിയല്ല. സീമാജി നായരടക്കമുള്ള ആൾക്കാർ അവിടെ വന്നു. പക്ഷെ അവര് വേറൊരു സൈഡിൽ കൂടെ പോയിട്ട് അവളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കിച്ചു ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് സൈഡിൽ കൂടെ ആണെങ്കിലും നിനക്ക് അമ്മയെ വന്ന് കണ്ടു പോകാമായിരുന്നു. നീ അമ്മയെ കാണാൻ പോയി, ആരും കാണിച്ചില്ല എന്നുള്ളൊരു വർത്താനം പറയണം. ആ ഒരു കാര്യം സമ്മതിച്ചു തരാം. കിച്ചുന് കാണുന്നുണ്ടായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ കാണുമായിരുന്നു. അത് കിച്ചു ചെയ്തിട്ടില്ല. രണ്ടുപേരും കണക്കാ, മനസ്സിലായോ? ഇതിൽ ഒരാളെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചമാണ്. വേറെ അറിയാമോ ഉള്ള കാര്യം ഞാൻ പറയാം. ഇവനെ കുത്തി പിടിച്ചോണ്ട് നടക്കല്ലേ ഒരു കാരണവശാലും. സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോട് ഞാൻ പറയും, ഇവനെ കുത്തി പിടിച്ചോണ്ട് നടക്കരുത്. ഇപ്പം വേറെ അറിയാം. കിച്ചുവിനെയും പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ പറ്റത്തില്ല, രേണുസുദിനെയും പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ പറ്റത്തില്ല. രണ്ടും കണക്കാ. അങ്ങനെ പറ, അതാണ് ശരി, മനസ്സിലായോ? രണ്ടും കണക്കാ. രണ്ടിനെയും ഒന്നിനും കൊള്ളത്തില്ല, മനസ്സിലായോ? രണ്ടുപേരും കണക്കാണ്. ഇതൊന്ന് തുടങ്ങി വെച്ചത് രേണുസുതിയാണ്. നിങ്ങൾ സംസാരിക്കുന്നത് ഇപ്പൊ രേണുസുദിനെ പൊക്കി വെച്ചോണ്ടാണ്. അപ്പൊ രേണുസുതി ഇത്രയും കാലം ചെയ്തതൊക്കെ നിങ്ങൾ അങ്ങ് മറന്നുപോയോ? സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യണം. നെഗറ്റീവ് പറയുവാണെങ്കിൽ രണ്ടുപേരെയും ഒരുപോലെ നെഗറ്റീവ് പറയണം. കാരണം രണ്ടുപേരും അതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രേണുസുതി ചെയ്തെങ്കിൽ ഒരു അസുഖം വന്നെന്ന് കരുതിയിട്ട് രേണുസുതി ചെയ്ത കാര്യമൊന്നും മറക്കാൻ പറ്റത്തില്ല, അതൊന്നും പോവത്തുമില്ല. ഇപ്പൊ കുറച്ച് റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ രേണുസുതി പാവമായത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ എന്തോ ആയതുകൊണ്ടോ മിണ്ടാണ്ടിരിക്കുന്നതല്ല. അസുഖത്തിന്റെ പേരിൽ ഇപ്പൊ ആരും ഒന്നും ചെയ്യുന്നില്ല. ഇതിപ്പോ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയോ? രേണുസുദിനെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇട്ടു കൊടുക്കുന്നു. അത് മനസ്സിലാക്കാൻ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതൊന്നും മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും രേണുസുദിക്ക് നെഗറ്റീവ് മേടിച്ചു കൊടുക്കുക എന്നല്ലാണ്ട് പോസിറ്റീവായിട്ട് അവിടെ ഒരു കാര്യവും ചെയ്യുന്നില്ല. അതാദ്യം നിങ്ങൾ നിങ്ങളുടെ തലയിലോട്ട് ഒന്ന് കയറ്റി വെക്ക്. ശരി, എന്നാ പിന്നെ എന്തൊക്കെയോ ഫുഡിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ടാറ്റാ, ബൈ ബൈ.